ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൾ ഗായ്സ്. അപ്പോൾ ദാ എൻ്റെ കയ്യിലിതാ ചെറിയൊരു പാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ കുടുംബം പാത്രം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ പാത്രം എന്തിനാണെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ കാന്താരി മുളക് പറിക്കാൻ വേണ്ടി വന്നേക്കായിരുന്നു. അപ്പോൾ നമ്മുടെ മമ്മ പറഞ്ഞു മോസ്റ്റായിട്ട് കുറച്ച് കാന്താരി പറിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ പാത്രം എടുത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാന്താരി മുളക് വേഗം പറിച്ച് എടുക്കാം. ഓ മൈ ഗോഡ് ഗായ്സ്, നിങ്ങൾ കാണുന്നുണ്ടോ നമ്മുടെ കാന്താരി മുളകിനെ? അപ്പോൾ നമ്മുടെ കാന്താരി മുളക് അധികം ഇപ്പം ഇല്ല കേട്ടോ, എന്നാലും ഉണ്ട്, ഇല്ല ഒട്ടും ഇല്ല എന്നല്ല. നമ്മളൊരു കഴിഞ്ഞ മാസമൊന്നും ഒട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മുമ്പത്തെ മാസം ഉണ്ടായിരുന്നു. അപ്പം മോസ്റ്റായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നോക്ക്, വാവ്, ദാ നോക്ക്, നല്ല റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. നമ്മുടെ വെള്ളക്കാന്താരിയിൽ കാന്താരി ഇല്ല കേട്ടോ. അപ്പോൾ ദാ നോക്ക്, ഞാനിത് പറിച്ചോ, ഇനി ഇതും പറിക്കാണ് ഗൈസ്. അപ്പോൾ ദാ ഇവിടെ നിൽപ്പുണ്ട് ഒരെണ്ണം, അവനെയും കൂടെ ഇതാ ഇങ്ങനെ പറിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ മമ്മ പറഞ്ഞു ഉള്ളതെല്ലാം ഇങ്ങനെ പറിച്ചെടുത്തോ എന്നുള്ളത്. എന്തിനാണെന്നറിയോ, നമ്മുടെ പപ്പായ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാന്താരി മുളക് നമ്മൾ പറിച്ചിട്ടുള്ളത്. അപ്പോൾ ദാ കണ്ടില്ലേ, നമുക്ക് 3 കാന്താരിയാണ് ഗൈസേ കിട്ടിയിട്ടുള്ളൂ. അപ്പം നമുക്ക് ബാക്കിയും കൂടെ വേഗം നോക്കാം ഗൈസ്. ഇപ്പം നമ്മുടെ ഈ ചീനിയിൽ ഇതാ അത്യാവശ്യം നല്ല കാന്താരി ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം, കാന്താരി മുളക് പറിച്ചെടുക്കാം. അപ്പോൾ അതവിടെ നല്ല കാന്താരി ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് അത്ര കാന്താരി ഇല്ല. ആ 2-3 ചീനിയിലെ കാന്താരി തീർന്നു കേട്ടോ. ഒരു 3-4 എണ്ണമൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ അതാ ഇവിടുന്ന് നമുക്ക് മോസ്റ്റായിട്ട് കാന്താരി മുളകെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ വേഗം ഇങ്ങനെ പറിച്ചെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ കാന്താരിക്ക്. നിങ്ങൾക്കിഷ്ടമാണോ കാന്താരീൻ്റെ എരിവ്? എനിക്ക് മോസ്റ്റായിട്ട് ഇഷ്ടമാണ് കേട്ടോ.